നമ്മുടെ സൊണാലി കോഴിക്കുഞ്ഞുങ്ങൾ ഇതാ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുകയാണേ. ഇന്ന് രാവിലെ തന്നെ ഒരു പുതിയ കസ്റ്റമർ കുഞ്ഞുങ്ങളെ വാങ്ങാൻ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഈ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നത്. സൊണാലി കോഴിക്കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിൽ 27 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 20 കോഴിക്കുഞ്ഞുങ്ങളെയാണ് കസ്റ്റമർ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഭയങ്കര വില കൂടി. തുടക്കത്തിൽ കുറച്ച് ഇത് കൊടുത്താൽ ഇവരെല്ലാം കഴിക്കും കേട്ടോ. അവർക്ക് ഞാൻ പിന്നെ നമ്മൾ മീനിൻ്റെ തല ഉണ്ടല്ലോ അതൊക്കെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചേ കൊടുക്കുള്ളൂ, പച്ച കൊടുക്കല്ല. പക്ഷേ ഓരോരോ കെമിക്കൽ ഇട്ട് കൊണ്ടുവരുന്നതല്ലേ, ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ നമ്മളിങ്ങനെ സ്ഥിരം കൊടുത്താൽ ചിലപ്പോൾ അമ്മ തന്നെ പറ്റില്ലല്ലോ. അപ്പോൾ മീനിൻ്റെ തലയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളു മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ചോറിൽ കുഴച്ചിട്ട് ചീപ്പിയോ അതുപോലെ ചീരേൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ വാഴത്തട്ടേൻ്റെ ഒക്കെ അരിഞ്ഞ് ഞാൻ ചെറിയൊരു മറ്റൊരത്ര കൊണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് ഉഷാറായി 5 മാസമാകുമ്പോൾ മുട്ടടുക്കും. ഇവരെ വലിയവരങ്ങൾ കണ്ടില്ലേ, വലിയ കോഴികളെ വിദേശിലൂടെ കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള അത് ഇതൊക്കെ മറ്റേ മഞ്ഞയും തോനയും റെഡിയാണ്. ഇതുണ്ട് 5 ആൾക്കാർ കൊണ്ടുപോയി എത്ര വേണം? അവരിപ്പോൾ 27 എണ്ണാണുള്ളത്. 5 ആൾക്കാർ കൊണ്ടുപോയി. നിങ്ങൾക്കറിയോ, സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഞാൻ ഈ കോഴി വളർത്തൽ. ഇന്ന് 8 വർഷത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ ആ ഒരു യാത്ര തുടങ്ങിയിട്ട് അതിൽ നിന്ന് എനിക്ക് നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. അന്ന് ഞാൻ എടുത്ത ആ ഒരു ചെറിയ തീരുമാനം ഉണ്ടല്ലോ, അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിങ്ങനെ കോഴികളെ വിൽക്കുന്ന വീഡിയോ ഇടുന്ന സമയത്ത് അത് കാണുന്ന കുറച്ച് ആളുകളെങ്കിലും വിചാരിക്കും, ഓ ഇതൊക്കെ ഇത്ര കാണിക്കാനും പറയാനും മാത്രമുണ്ടോ, ഇതൊക്കെ എളുപ്പമല്ലേ എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇന്ന് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർക്ക് എന്നിലുള്ളൊരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടിയതല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തുടങ്ങിയൊരു ബിസിനസ് ഒന്നല്ല കേട്ടോ കോഴി വളർത്തൽ. ഞാൻ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് കോഴികളെ വളർത്തുന്നത്. അതാണ് എൻ്റെ തുടക്കം. പിന്നീട് ആളുകൾ ചോദിച്ചു തുടങ്ങിയ സമയത്താണ് പതിയെ പതിയെ കോഴികളുടെ എണ്ണം കൂട്ടിയെടുക്കാൻ തുടങ്ങി കേട്ടോ. തുടക്കത്തിൽ 5ഉം 6ഉം കോഴികളായിരുന്നു, അത് പിന്നെ 10ആയി, പിന്നെ 20, പിന്നെ 50, അങ്ങനെ ഒരു 100-300 കോഴികൾ വരെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നേ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത്. ആ ഒരു യാത്രയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടായിരുന്നു. നല്ലൊരു കൂട് പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഈശ്വരനെ സഹായം കൊണ്ട് എനിക്ക് നല്ലൊരു കൂടുണ്ട്, അത്യാവശ്യം കോഴികളും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് കോഴികളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് ആളുകൾ കോഴീനെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഇല്ലാത്ത സമയത്ത് എനിക്ക് വിശ്വാസമുള്ള എനിക്ക് അറിയുന്ന ആളുകളുണ്ടാവില്ല, സുഹൃത്തുക്കളുണ്ടാവും. അവരെടുത്ത് കോഴികളുണ്ടെങ്കിൽ അവരെടുത്തേക്ക് ഞാൻ പറഞ്ഞയക്കാറുണ്ട്. ശരിക്കും കോഴി വളർത്തൽ എന്ന് പറയുന്നത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണ് കോഴി വളർത്തൽ. നമ്മുടെ വീട്ടുജോലികളും നടക്കും, അതോടൊപ്പം തന്നെ കോഴി വളർത്തലും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നേടിയെടുക്കാനും സാധിക്കും കേട്ടോ. പക്ഷേ അതിന് കഠിനാധ്വാനവും സമയവും കുറച്ച് സ്ഥല സൗകര്യവും ആവശ്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ആർക്കും ഈ ഒരു പരിപാടി തുടങ്ങാവുന്നതാണ്. തുടക്കത്തിൽ 5ഓ 10ഓ കോഴികളെ നമ്മൾ വളർത്തി നോക്കുക. നമ്മളെക്കൊണ്ട് പറ്റുമോ സാധിക്കുമോ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ വളർത്തി നോക്കണമല്ലോ. എന്നിട്ട് പറ്റുന്നതാണെങ്കിൽ പിന്നീട് നമ്മൾ എണ്ണം കൂട്ടിയെടുക്കുക. ഏത് കാര്യവും വിജയിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ ആദ്യം നമ്മൾ അതൊന്ന് ചെയ്തു നോക്കണമല്ലോ. ശ്രമിക്കാതെ ഒരിക്കലും വിജയമോ പരാജയമോ അറിയാൻ നമുക്ക് ആർക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കോഴീനെ വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ ഞാൻ ഇത്രയും മുന്നോട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരുടെയെങ്കിലും വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്തതും അല്ല കേട്ടോ. എൻ്റെ അനുഭവങ്ങളിലൂടെയും എൻ്റെ തെറ്റുകളിൽ നിന്നും പഠിച്ചാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ യാത്ര മറ്റൊരാൾക്ക് ഒരു ചെറിയ പ്രചോദനമെങ്കിലും ആകട്ടെ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് കസ്റ്റമർ കോഴീനെ വാങ്ങാൻ വരുന്ന
വീഡിയോ വരെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതേ. ശരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അതും എൻ്റെ ഒരു സന്തോഷമാണ്. കാരണം ഞാനിങ്ങനെ കോഴികളെ വളർത്തുന്നുണ്ട്, എനിക്ക് സെയിൽ നടക്കുന്നുണ്ട്, ആളുകൾ വന്ന് വാങ്ങുന്നുണ്ടെന്ന് ഞാനിങ്ങനെ പറയാമെന്നല്ലാതെ നിങ്ങൾക്കത് കാണിച്ചു തരേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം നിങ്ങളെയും കൂടി കാണിച്ചു തരുന്നത്. കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഒരു ദിവസം നമുക്ക് കിട്ടും അല്ലേ. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നല്ല, നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയ എന്ന വലിയൊരു അവസരമുണ്ട്. അത് എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങളായിക്കോട്ടെ അതോ ജോലി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് ആളുകളിലേക്ക് എത്തിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്ന് ലഭ്യമാണല്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ആയാലും ഫോട്ടോസ് ആയാലും ആത്മവിശ്വാസത്തോടു കൂടി ആളുകളിലേക്ക് എത്തിക്കാം. അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ കോഴി വളർത്തൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലും ഓരോ പേജ് തുടങ്ങുക. നിങ്ങൾ ആ കോഴീൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ തന്നെ വിശ്വസിക്കണം അല്ലേ. ആ ഒരു ഉറച്ച ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോയാൽ വിജയം ഒരിക്കലും അകലെ ആയിരിക്കില്ല കേട്ടോ. ഇന്ന് ചെറിയൊരു തുടക്കമായിരിക്കാം, പക്ഷേ നാളെ അത് വലിയൊരു വിജയമായിട്ട് മാറും. അതുകൊണ്ട് സ്വപ്നം കാണുക, ധൈര്യമായിട്ട് തുടങ്ങുക, ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും കഷ്ടപ്പാടും എല്ലാം ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നമ്മൾ സക്സസ് ആവും, അത് ഉറപ്പാണ്. അതിനൊരു ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ഒരു തെളിവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു, ഞാനൊരു 4 കമ്പീൻ്റെ മുകളിൽ ഒരു കൊതുകുവല ഇട്ടിട്ടാണ്, അതാണ് എൻ്റെ ഫസ്റ്റിലെ കോഴിക്കോട് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ തുടങ്ങിയൊരു വ്യക്തിയാണ്. പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയത് പോലും എൻ്റെ കോഴികൾക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു. എൻ്റെ വീഡിയോ തുടക്കം മുതലേ കാണുന്നവർക്കറിയാം, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി തുടങ്ങിയൊരു ചാനലായിരുന്നു കേട്ടോ. മക്കളുടെ വെറുതെ കോമഡി വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചാനലായിരുന്നു. അങ്ങനെ ഞാൻ കോഴികളുടെ വീഡിയോ ഇട്ട സമയത്താണ് ഈ കോഴികളുടെ വീഡിയോ കാണാൻ ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് ഞാൻ കോഴികളുടെ വീഡിയോ ഇടാൻ തുടങ്ങിയത്. പക്ഷേ വീഡിയോ ഇടുന്ന സമയത്തും എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഈശ്വര, ഇത് ശരിയാവുമോ എന്നുള്ളത്. കാരണം എനിക്കങ്ങനെ കോഴികളെ കുറിച്ച് അങ്ങനെ ഒരുപാട് അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ആരെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്കറിയുന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ അസുഖങ്ങളുടേതായിക്കോട്ടെ മരുന്നിൻ്റെതായിക്കോട്ടെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ എനിക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ ഫുഡിൻ്റെതായിക്കോട്ടെ മെഡിസിൻ്റെതായിക്കോട്ടെ എല്ലാം ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലും പറയാറ്. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലെ എനിക്ക് വേണമെങ്കിൽ കസ്റ്റമർ വന്നിട്ട് കോഴികളെ വാങ്ങുന്നത് വേണമെങ്കിൽ വീഡിയോ ചെയ്യാതിരിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ട് കോഴികളെ വാങ്ങുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് അതും കൂടി നിങ്ങളെ കാണിച്ചു തരണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് അത് ഒരു വിശ്വാസം വരുള്ളൂ എന്നോട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോയും ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കോഴികളെ വാങ്ങിയിട്ട് വളർത്തി നോക്കുക. പ്രത്യേകിച്ച് വീട്ടമ്മമാരോടാണ്. ഇനി കോഴികളെ തന്നെ വേണമെന്നില്ല കേട്ടോ. ഒരുപാട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് മേഖലകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ സമയം ഇതെല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആരും വീട്ടിൽ വെറുതെ ഇരിക്കാതിരിക്കുക. കാരണം സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വീട്ടമ്മമാർ പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഞാൻ ഈ ഒരു കോഴി വളർത്തൽ കേട്ടോ. കോഴി വളർത്തൽ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് തുടങ്ങിയതായിരുന്നു. പക്ഷേ ആളുകൾ ഇങ്ങനെ ചോദിച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു അവസരം എന്താ പറയുക, നമ്മളതൊരു അവസരമാക്കി എടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ നിങ്ങളും ജസ്റ്റ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് തുടങ്ങി നോക്കുക, ആളുകളിലേക്ക് എത്തിക്കുക. കോഴികളെയൊക്കെ പിടിച്ചതാ ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ബോക്സ് നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്നതാണ്, ഒരു ബോക്സ് ഇവിടെ ഉള്ളതാണ്. 2 ബോക്സിലും കൂടി ആക്കിയിട്ടുണ്ട്. ഒരു ബോക്സിൽ 14 മക്കളും ഒരു ബോക്സിൽ 6 മക്കളുമാണ് കേട്ടോ. അങ്ങനെ ഒരു കയറൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവർ അത്യാവശ്യം നല്ല വികൃതിയുള്ള മക്കളാണ്. പിടിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം മുറ്റത്തേക്കൊക്കെ ചാടിപ്പോയി. കണ്ടില്ലേ, പെട്ടീൻ്റെ മുകളിൽ നിന്ന് എത്തി നോക്കുന്നത്, അങ്ങനെ ചാടിപ്പോയി. പിന്നെ ഓടിച്ചിട്ട് പിടിച്ചു. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടോ കുഞ്ഞുങ്ങളെ ബോക്സിലാക്കാനായിട്ട്. കസ്റ്റമർ രാത്രി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വരും എന്നുള്ളത്. അതുകൊണ്ട് രാത്രി തന്നെ ഞാൻ താഴത്തെ കൂട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പിടിക്കാൻ എളുപ്പത്തിനായിട്ട് ഞാൻ മുകളിലെ കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു കസ്റ്റമർ വന്നാലും അവരുടെ ഇഷ്ടത്തിനാണ് അവരെടുക്കാറ്. അപ്പോൾ ഞാൻ കസ്റ്റമറോട് ചോദിച്ചിട്ട്
കസ്റ്റമറെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബാക്കി ബാലൻസ് 7 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 20 കോഴിക്കുഞ്ഞുങ്ങളെയാണ് കസ്റ്റമർ വാങ്ങുന്നത്. അപ്പം അത്രയും കോഴിക്കുഞ്ഞുങ്ങളെ പെട്ടിയിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയാണല്ലേ, 2-3 ദിവസമായിട്ട് സ്കൂളൊന്നുമില്ല. അപ്പം ഇന്ന് നന്ദു സിതുട്ടനും വീട്ടിലുണ്ട് കേട്ടോ. എന്നത്തെയും പോലെ നന്ദു ആണ് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ സിതുട്ടനാണ് എനിക്ക് ബോക്സ് എടുത്ത് തരികയും അതുപോലെ കയറെടുത്ത് തരിക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സിതുട്ടനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ വീഡിയോ എടുത്ത് തന്നിട്ട്, അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിനിടയ്ക്ക് കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നതിനിടയ്ക്ക് 2-3 കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ചാടിപ്പോയിട്ടോ. പിന്നെ രണ്ടാളും കൂടി ഓടിച്ചിട്ട് പിടിച്ചൊക്കെ തന്നു. എൻ്റെ ക്യാമറമാൻ നന്ദുവിനും ഹെൽപ്പർ സിതുട്ടനും ഒരു ഹായ് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ. അങ്ങനെ കുറച്ച് ആൾക്കാർ പുതിയ കൂട്ടിലേക്കും പോയി. ബാക്കി വന്നവരതാ ഞാൻ മുകളിൽ ചെറിയ കൂട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവരെ ഇനി എന്തായാലും നമ്മൾ താഴത്തെ കൂട്ടിലേക്ക് മാറ്റുന്നില്ല, അത് വലിയ കൂടാണ്. അപ്പോൾ അവർ 7 കുഞ്ഞുങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഇവർ മുകളിലെ കൂട്ടിൽ തന്നെ നിൽക്കട്ടെ. കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ താഴത്തെ കൂട്ടിലേക്ക് മാറ്റാം. അപ്പോൾ കസ്റ്റമർ വരുന്ന അന്ന് രാത്രി ഞാൻ മുകളിലെ കൂട്ടിലേക്ക് ഇട്ടതായിരുന്നല്ലോ, ആ ഒരു സമയത്ത് പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് മാറ്റിയതായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവരെ താഴേക്ക് മാറ്റുന്നില്ല. തൽക്കാലം ഞാൻ താഴത്തെ കൂട്ടിൽ ചെറിയൊരു ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനി ഇവർ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇനി നമ്മുടെ അടുത്ത് കോഴിക്കുഞ്ഞുങ്ങൾ സ്റ്റോക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ വിരിയിപ്പിക്കാൻ വെക്കുന്നുണ്ട്. സൊണാലി കോഴിക്കുഞ്ഞുങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, 7 കോഴിക്കുഞ്ഞുങ്ങൾ. ബാക്കിയെല്ലാം നമ്മുടെ അടുത്ത് സെയിലായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാടനും അതുപോലെ തന്നെ ഗ്രാമശ്രീയുള്ളൂ. ഗ്രാമശ്രീയും ഒരുപാടെണ്ണം സെയിലായി പോയിട്ടുണ്ട്. ഇനിയും ആ ഒരു 10-25 കോഴികൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും സെയിലായി പോയിട്ടുണ്ട്. അതുപോലെ നാടന് എനിക്ക് തോന്നുന്നൊരു മൊത്തത്തിൽ ഇപ്പോൾ ഒരു 50 അടുത്ത് കോഴികളേ ഉള്ളൂ കേട്ടോ നമ്മളെടുത്ത്. ബാക്കി എല്ലാവരും സെയിലായി പോയിട്ടുണ്ട്. ഈ ഒരു മാസം അത്യാവശ്യം കോഴികൾ നമ്മളെടുത്തുനിന്ന് സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ദാ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് മഴയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, മഴയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ നമ്മുടെ തോടൊക്കെ ദാ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്, കണ്ടില്ലേ, തോട് പറമ്പൊക്കെ ഒന്നായിട്ടുണ്ട്, വെള്ളം ഒലിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. ഓക്കെ.